ഇൻഫോട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ഏപ്രിൽ 3-ാം തീയതിയാണ് ഏകദേശം 106 രാജ്യങ്ങളിൽ നിന്നുള്ള 533 മില്യൺ ഫേസ്ബുക്ക് യൂസേഴ്സിൻ്റെ ഡാറ്റാസ് ചോർന്നതായിട്ടുള്ള ഒരു വാർത്ത നാം കണ്ടത്. അതായത് 50,33 ലക്ഷം ഫേസ്ബുക്ക് യൂസേഴ്സിൻ്റെ ഡാറ്റാസാണ് ചോർന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ ഇന്ത്യയിലെ ഫേസ്ബുക്ക് യൂസേഴ്സിൻ്റെ ഡാറ്റാസും അതിൽ പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഭീമമായിട്ടുള്ള സുരക്ഷാ വീഴ്ച കുറച്ച് നാളുകളായി ഫേസ്ബുക്കിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഫേസ്ബുക്ക് ഡാറ്റാസും എത്രത്തോളം സേഫാണ് എന്നുള്ള ഒരു ആശങ്ക നമ്മുടെ എല്ലാ യൂസേഴ്സിൻ്റെയും ഉള്ളിലുണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവേണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഫേസ്ബുക്ക് ഡാറ്റാസ് എത്രത്തോളം സേഫാണ്, അല്ലെങ്കിൽ മറ്റുള്ള വെബ്സൈറ്റിൽ അത് ചോർന്നിട്ടുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മൾ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ്, ഫോൺ നമ്പർ, ഇമെയിൽ ID, മാരിറ്റൽ സ്റ്റാറ്റസ്, ഡേറ്റ് ഓഫ് ബർത്ത് മുതലായ കാര്യങ്ങൾ മറ്റേതെങ്കിലും വെബ്സൈറ്റിലേക്ക് ചോർത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അത് ചോർത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനായിട്ട് ഈ വീഡിയോൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരും. അല്ലെങ്കിൽ ഹാവ് ഐ ബീൻ പോണ്ട് എന്നുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരം ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ഈ സ്പേസിൽ നമ്മുടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുകയാണ്. ശേഷം റൈറ്റ് സൈഡിലായിട്ടുള്ള പോണ്ട് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഈ വെബ്സൈറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ അഥവാ ഇമെയിൽ ID വേറെ ഏതെങ്കിലും വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അത് ചോർത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് കാണിച്ചു തരും. ഗുഡ് ന്യൂസ്, നോ പോണേജ് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ നമ്പർ വേറെ വെബ്സൈറ്റിലേക്കൊന്നും വന്നിട്ടില്ല എന്നർത്ഥം. ഇനി ഞാൻ എൻ്റെ പേഴ്സണൽ ഇമെയിൽ ID ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. നോ പോണ്ട് എന്നാണ് കാണിക്കുന്നത്. അതായത് വെബ്സൈറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഏത് വെബ്സൈറ്റിലാണ് ഇത് കിടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അനിമോട്ടോ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അത് വീഡിയോ മേക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. ഞാൻ മുമ്പ് ആ വീഡിയോ മേക്കിങ്ങിനായിട്ട് എൻ്റെ ഡാറ്റാസൊക്കെ അതിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വന്നേക്കണേ. ഇനി ഇത് കളവാണോ അല്ലെങ്കിൽ എത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ടെന്ന് നമുക്ക് ഒരു വട്ടം കൂടി വേറൊരു ഇമെയിൽ ID കൊടുത്ത് നമുക്ക് നോക്കാം. നമ്മുടെ ഇൻഫോട്രാക്ക് ചാനലിൻ്റെ ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്, അത് കൊടുത്ത് നോക്കാം. ഇത് വേറെ എവിടെയും കൊടുത്തിട്ടില്ല, അപ്പോൾ വേറെ എവിടെയും വരാൻ പാടില്ലാത്തതാണ്. ഓക്കെ, ഇത് ഗുഡ് ന്യൂസ്, വേറെ എവിടെയും വന്നിട്ടില്ല എന്നാണ് പറയണത്. ഇനി നിങ്ങളുടെ ഇമെയിൽ ID മറ്റ് ഡാറ്റാസോ വേറെ ഏതെങ്കിലും വെബ്സൈറ്റിലോ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനിലോ ഉള്ളതായി ശ്രദ്ധയപ്പെടുകയാണെങ്കിൽ എത്രയും വേഗം തന്നെ അക്കൗണ്ടുകളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് വെക്കുക. ഈ ഒരു വെബ്സൈറ്റ് വഴി നമ്മുടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ ID മുതലായ കാര്യങ്ങൾ വേറെ ഏതെങ്കിലും വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോസ് ലഭിക്കുന്നതായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ.